ഗ്രാജുവലി മാത്രമാണ് മാർക്കറ്റ് വീഴുന്നതെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഒരു ന്യൂസ് ബേസ് ചെയ്ത് സഡൻ ഫാള് വീഴുകയാണെങ്കിൽ മാർക്കറ്റ് അവിടെ ലിക്വിഡിറ്റി എടുത്തിട്ട് പെട്ടെന്ന് തിരിച്ചു കയറാനുള്ള സാധ്യതകളുണ്ട് എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഞാൻ വീണ്ടും പറയുന്നു, ഒരു പക്ഷേ മാർക്കറ്റ് ഇവിടെ നിന്ന് വരെ ചിലപ്പോൾ പോയേക്കാം. രാവിലെ തന്നെ അവർ പുട്ടെടുത്ത് ഇറങ്ങി ഇരുന്നില്ല എന്ന് തോന്നുന്നു. നമ്മൾ ഓട്ടോമേറ്റഡ് ട്രേഡ്സിൽ പ്രോപ്പിൽ നമുക്ക് എക്സ്ട്രീം പ്രോഫിറ്റ്സ് ഉണ്ട് എല്ലാത്തിലും. ഒരു പക്ഷേ ഇത് റിവേഴ്സലാണോ അല്ലെങ്കിൽ അവിടുത്തെ ലിക്വിഡിറ്റി എടുത്തിട്ടാണോ തിരിച്ചു വരുന്നത് എന്നുള്ളതാണ്. ആ ഭാഗത്ത് ലിക്വിഡിറ്റി കൃത്യമായിട്ട് എടുക്കുകയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും ഉള്ളൊരു റിക്കവറി കാണാം. ഈ ട്രംപ് ആരെന്നാണ് ട്രംപിൻ്റെ വിചാരം? ഇന്ത്യക്കിട്ട് ഇങ്ങനെ പണി കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ട്രംപിൻ്റെ മനസ്സിലിരിക്കുന്ന കാര്യം ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ട്രംപ് വിചാരിക്കുന്നുണ്ടോ? ട്രേഡേഴ്സായ നമുക്കാണ് ഇതിൻ്റെയൊക്കെ ഇഷ്യൂസ് വരുന്നത് എന്നുള്ളതാണ് അല്ലേ. രാവിലെ ഇത് കേട്ടപ്പോൾ തന്നെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ്, പക്ഷെ അവിടെ നിന്ന് മാർക്കറ്റ് വീണു. നമ്മൾ ഈ പോഡ്കാസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തിൽ മാർക്കറ്റ് വൺ ഷോർട്ട് കവറിങ് ചെയ്ത് ഡേ ഹൈയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഡൊണാൾഡ് 25 ശതമാനത്തിൽ നിന്ന് 50 ശതമാനം? എനിക്ക് സുനിൽ കഴിഞ്ഞ പോഡ്കാസ്റ്റുകളിലൊക്കെ ഈ ഒരു കാര്യം മെൻഷൻ ചെയ്തതാണ്. അതായത് ഇന്ത്യ അമേരിക്ക തമ്മിലുള്ള ഒരു ഇരിപ്പുവശം അത്ര നന്നാവാൻ സാധ്യതയില്ല, ഇനിയും പാച്ചപ്പാവാൻ സാധ്യതയില്ല എന്നുള്ളത്. റൈറ്റ്. എനിക്ക് ആക്ച്വലി ഒന്നും പറയാനില്ല. എന്ത് പറയാനാണ്? നമുക്ക് പോഡ്കാസ്റ്റ് അത് തന്നെയാണ് ചെയ്യേണ്ടത്. എന്താണ് ആക്ച്വലി പറയാൻ? ഒന്നും പറയാനില്ല. ഇപ്പൊ ഇന്ന് രാത്രി കിടന്നുറങ്ങി നാളെ എഴുന്നേൽക്കുമ്പോൾ ട്രംപ് വേണമെങ്കിൽ മാറ്റി പറയും. ആ വിലയൊക്കെ കൊടുത്താൽ മതി. ഈ ട്രംപിന്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ റഷ്യയിൽ നിന്ന് നമ്മൾ ഓയിൽ വാങ്ങുന്നത് ട്രംപ് സമ്മതിക്കുന്നില്ല. റൈറ്റ്. അതായത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്നൊരു വലിയ കാര്യം, നമുക്ക് വിലക്കുറവിന് ഓയിൽ കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ വാങ്ങുന്നത്. പക്ഷേ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. ഈ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും റഷ്യ ഇപ്പോൾ ഇൻ്റർനാഷണലി ക്രൂഡ് ഓയിലിന് $80 വില എങ്കിൽ റഷ്യ $60 വിൽക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു ക്യാപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ റഷ്യക്ക് ഓയിൽ വിൽക്കാം, റഷ്യയിൽ നിന്ന് ആൾക്കാർക്ക് മേടിക്കാം, പക്ഷേ ഈ ക്യാപ്പിന് മുകളിൽ മേടിക്കാൻ പാടില്ല. ഇന്ത്യ ഈ ക്യാപ്പിന് താഴെയുള്ള പ്രൈസിലാണ് വാങ്ങുന്നത്. അപ്പം ആക്ച്വലി ഒരു കാര്യത്തിൽ ലീഗലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഇനി രണ്ടാമത് ഉള്ളൊരു പ്രശ്നം, അതിനേക്കാൾ ഇന്ത്യ 6% താഴെയാണ് ഇന്ത്യയുടെ ടോട്ടൽ യൂസേജിന് ക്രൂഡ് മേടിച്ചുകൊണ്ടിരുന്നത്. ഇത് 40% വരെയായിട്ട് ഇന്ത്യ ഉയർത്തി. അതായത് ഇന്ത്യ വാങ്ങുന്നതിൻ്റെ ഏറ്റവും കൂടുതൽ അവിടെ തന്നെ ആക്കി എന്നുള്ളതാണ്. ഇത് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആടുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ചുകൊണ്ട് രക്തം കുടിക്കുന്ന ഒരു പരിപാടിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമെങ്കിലും ഇന്ത്യ മാത്രമല്ല, ഇന്ത്യ കൊണ്ട് തന്നെ പെട്രോൾ തിരിച്ചു മേടിച്ചു കൊണ്ടുപോകുന്നത് ആരാണ്? ഈ യൂറോപ്യൻ യൂണിയൻ തന്നെയാണ്. മാത്രമല്ല US ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പോഴും ഇന്ത്യയേക്കാൾ കൂടുതൽ റഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് ചെയ്തപ്പോൾ ഒരക്ഷരം മിണ്ടാതെ ഇറങ്ങിപ്പോവാണ് ട്രംപ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പ്രശ്നമൊന്നും അല്ല യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്ന് നമുക്ക് വിരോധാഭാസം നോക്കിയില്ലേ. അതായത് ഇന്ത്യക്കാർക്ക് റഷ്യയിൽ നിന്ന് വാങ്ങാൻ പാടില്ല, പക്ഷെ അമേരിക്കക്കാർക്ക് റഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാം. ഓയിൽ വാങ്ങുന്നില്ല, ഒരു ആദ്യം മേടിച്ചിട്ടുണ്ട് സാധനം അങ്ങനെ തന്നെ ഇവിടത്തെ ഏറ്റവും വലിയ കാര്യം ഇന്ത്യൻ ഗവൺമെന്റ് നട്ടലുള്ള ഗവൺമെന്റ് ആണെന്ന് പേപ്പറിലാണെങ്കിലും ഓക്കെ ഫൈൻ, ഇനി ഇത് ഇംപ്ലിമെന്റ് ആവുമോ എന്നുള്ളത് എനിക്കറിയില്ല. എനിവേസ് പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ. പ്ലസ് ഒരാളെ റഷ്യയിലോട്ട് വിടുന്നു. നമ്മുടെ മോദി നേരിട്ട് ചൈനയിലോട്ട് പോയിട്ട് ചർച്ചകൾ നടത്തുന്നു. ഇതെല്ലാം വളരെ പെട്ടെന്ന് നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പോടാ പുല്ലേ, എനിക്കൊരു കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് റീഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, F-35 ഇന്ത്യ അമേരിക്കയിൽ നിന്ന് വാങ്ങാൻ പോകുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വന്നു. അപ്പോൾ അമേരിക്കയിൽ നിന്ന് മേടിക്കണം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നു, എന്താ ഔദാര്യം പോലെ അങ്ങോട്ട് തരുന്നു എന്നുള്ളൊരു ഡീലൊക്കെ വന്നിരുന്നു. വേണ്ട നിങ്ങളുടെ ഔദാര്യം എന്നുള്ള രീതിയിൽ ഇന്ത്യ അത് ഓൾമോസ്റ്റ് നിരസിച്ച പോലെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ പ്രശ്നങ്ങളാണ്. ഈ രണ്ടാമത്തെ പ്രശ്നം, അമേരിക്കയിൽ നിന്ന് കാർഷിക ഉൽപ്പന്നങ്ങളും ഡയറി പ്രൊഡക്ട്സും ഇന്ത്യയിൽ ഇറക്കണം എന്നുള്ളതാണ്. അവർ ഭയങ്കര നമ്മുടെ കൂട്ടല്ല വൻ ഇൻഡസ്ട്രിയൽ അഗ്രികൾച്ചറൽ നടത്തുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അപ്പോൾ ചോളമൊക്കെ അത്രയും വിലക്കുറവിന് അത്രയും ക്വാളിറ്റിയിൽ അവർക്ക് ഇറക്കാൻ പറ്റും. അവരുമായിട്ട് കോമ്പറ്റീറ്റ് ചെയ്യാൻ നമ്മുടെ കർഷകർക്കോ നമ്മുടെ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷനോ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ എങ്ങാനും വന്നാൽ അത് നമ്മുടെ അഗ്രികൾച്ചറൽ ഇൻഡസ്ട്രീനെയും നമ്മുടെ ഫാം ഇൻഡസ്ട്രീനെയും ഈ കൗ മിൽക്ക് ഇൻഡസ്ട്രീനെയും ഭയങ്കരമായിട്ട്. അതായത് ട്രംപിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ട്രംപിന്റെ അമേരിക്കയിലുള്ള കാർഷിക ഉൽപ്പന്നങ്ങളെ കുറഞ്ഞ താരിഫിലല്ല സീറോ താരിഫിൽ ഇന്ത്യയിൽ ഇറക്കണം. ഇപ്പൊ അതിന് 20%. അതുകൊണ്ട് തന്നെ ഇപ്പൊ അതവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ലാഭകരമല്ല. ട്രംപിന്റെ ഉദ്ദേശം അതാണ്, ഇന്ത്യ അതിന് സമ്മതിക്കണം. പക്ഷെ അങ്ങനെ നമ്മളത് സമ്മതിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള കർഷകർക്ക് അവരുടെ കർഷക ഉൽപ്പന്നങ്ങളും ഇവിടെ വിറ്റഴിക്കാത്ത അവസ്ഥ. അത് ഇന്ത്യക്ക് ഇട്ട് ഇന്ത്യ തന്നെ പണിയോ? ഇപ്പൊ നമ്മളിപ്പോ ബ്രിട്ടനുമായിട്ട് നമ്മൾ കരാറുണ്ടാക്കി. അവിടെയും നമ്മൾ ഈ അഗ്രികൾച്ചറൽ ആൻഡ് ഡയറി ഇൻഡസ്ട്രീനെ ആ അഗ്രിമെന്റിൽ നിന്ന് മാറ്റി അതിന് താരിഫ് വെച്ചു.
ബാക്കി എല്ലാത്തിനും നമ്മൾ സീറോ താരിഫിന് റെഡിയാണ്. അപ്പോൾ അഗ്രികൾച്ചർ ആൻഡ് ഈ ഇതിനെ നമ്മൾ ആ എഗ്രിമെന്റിൽ വെച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ ബ്രിട്ടനായിട്ട് ഇത് കൊടുത്തിട്ടില്ല. കാരണം നമുക്ക് നമ്മുടേതായ ചില ഇൻഡസ്ട്രികളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ അവകാശവും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട കാര്യമല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യം. മൂത്ത് നോക്കി പച്ചയ്ക്ക് നിങ്ങൾ ആ പ്രൈസിന് തരാണെങ്കിൽ വാങ്ങാമെന്നും അല്ലെങ്കിൽ നിങ്ങളില്ലെങ്കിൽ ഒരു പുല്ലും ഇല്ല എന്ന് പറയാനും ഇന്ത്യ പഠിച്ചു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. പേപ്പറിലാണെങ്കിലും ഞാൻ ആലോചിക്കുന്നത് ഇത്രയും നാളും ട്രംപിന് ഇതൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു. പെട്ടെന്ന് എങ്ങനെയാണ് ട്രംപിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു കാര്യം ഉദിച്ചത്? ഇപ്പോൾ ഓരോ ദിവസം രാവിലെ എനിക്ക് പുള്ളി എന്തൊക്കെയോ പഠിപ്പിച്ചും ഇത് ഞാനിപ്പോൾ ഒരു 3, 4, 5 പോഡ്കാസ്റ്റായിട്ട് ഇങ്ങനെ സ്ഥിരമായിട്ട് പറയുന്ന കാര്യമാണ്. ഇന്ത്യയും അമേരിക്കയായിട്ടുള്ള നയതന്ത്ര ബന്ധത്തിൽ വലിയ വീഴ്ച പറയുന്നുണ്ടായിരുന്നു. ഇന്ത്യ ചൈന ഒരു എഗ്രിമെന്റും ഉണ്ടാവില്ല, ഇന്ത്യ ചൈനയായിട്ട് പോകുന്നതാണ് നല്ലത്. പക്ഷെ അങ്ങനെ ആണെങ്കിൽ അത്ര നന്നാവണമെന്നില്ല. അമേരിക്ക ഭയങ്കര ശക്തിയാണെന്നൊക്കെ പറയുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും അവസാന സമയത്ത് വൻ ഷോർട്ട് കവറിങ്ങാണ് കാണുന്നത്. ഇപ്പോൾ രാവിലത്തെ ഫാള് വീണ് 24,350 നിന്ന മാർക്കറ്റ് 24,350 നിന്ന് 24,590, 24,600 ഇപ്പോൾ 3:15 എത്തി. നമ്മൾ ട്രേഡ്സിലെല്ലാം ക്ലോസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം മാർക്കറ്റ് ആ ട്രെൻഡ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എത്തി 24,590 നിൽക്കുകയാണ്. അപ് നോർമൽ ഷോർട്ട് കവറിംഗ് ആണ്. അപ്പോൾ ഇത് ന്യൂ ബൈ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് അപ് നോർമൽ ഷോർട്ട് കവറിംഗ് ആകാനാണ് സാധ്യതയുള്ളത്. ഇതാണ് ഞാൻ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ പറഞ്ഞൊരു കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഗ്രാജുവലി മാത്രമാണ് മാർക്കറ്റ് വീഴുന്നതെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഒരു ന്യൂസ് ബേസ് ചെയ്ത് സഡൻ ഫാള് വീഴുകയാണെങ്കിൽ മാർക്കറ്റ് അവിടെ ലിക്വിഡിറ്റി എടുത്തിട്ട് പെട്ടെന്ന് തിരിച്ചു കയറാനുള്ള സാധ്യതകളുണ്ട് എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ആക്ച്വലി വീണിട്ട് ഇന്ന് ഈ ഒരു റിക്കവറി അല്ലെങ്കിൽ ഒരു ഷോർട്ട് കവറിങ്ങിൻ്റെ കാരണം പെട്ടെന്നുള്ളൊരു ഫീൽഡിൽ ഡൗൺ സൈഡിൽ ഇന്ന് ലിക്വിഡിറ്റി കിട്ടി മാർക്കറ്റ് തിരിച്ചു കയറി എന്നുള്ളതാണ്. അപ്പോൾ മാർക്കറ്റിൻ്റെ 24,400 എന്ന് പറയുന്നത് ഭയങ്കര മേജർ ലെവലാണ്. അത് ഇന്ന് ബ്രേക്ക് ചെയ്തു, തിരിച്ച് വീണ്ടും അതിൻ്റെ മുകളിൽ തന്നെ കൊണ്ടുവന്ന് നിർത്തി. അപ്പോൾ അതായത് ഇന്നത്തെ ഡേ ക്യാൻഡിൽ ഇട്ട് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു വലിയ വിക്കുള്ളൊരു ക്യാൻഡിലായിട്ടായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഒരു പക്ഷേ ഇത് റിവേഴ്സലാണോ അല്ലെങ്കിൽ അവിടുത്തെ ലിക്വിഡിറ്റി എടുത്തിട്ടാണോ തിരിച്ചു വരുന്നത് എന്നുള്ളതാണ്. ഇത് ആ ഭാഗത്ത് ലിക്വിഡിറ്റി കൃത്യമായിട്ട് എടുക്കുകയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും ഒരു 25,000-ലോട്ടുള്ളൊരു റിക്കവറി കാണാം. ഫ്രൈഡേ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ട്രംപിനും മാർക്കറ്റിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഇപ്പോൾ ആളുകൾ കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഇന്ത്യയിൽ എത്ര ആൾക്കാർക്ക്, നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് സംസാരിക്കുന്ന ആൾക്കാർക്ക് അറിയാം ട്രംപ് താരിഫ് വെച്ചു, തേങ്ങയാണ് വാങ്ങിയാണെന്നൊക്കെ അറിയാം, മാറ്റി പറയുന്ന ആളാണ്. ഇന്ത്യയിലെ സാധാരണക്കാർക്ക് എന്ത് ട്രംപ് എന്ത് താരിഫ് ഒന്നുമില്ല. എല്ലാ രാജ്യങ്ങളും ഇന്ത്യയിലോട്ട് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇവിടെ അത്രയും വലിയ മാർക്കറ്റ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ബൈയിങ് പവറുള്ള മിഡിൽ ക്ലാസ് അത് ഇന്ത്യയിലാണ്. മറ്റു രാജ്യങ്ങൾക്കിടെ അപ്പർ ക്ലാസ്സിന് മാത്രമേ ഈ പവറുള്ളൂ. ബൈയിങ് പവറുള്ള മിഡിൽ ക്ലാസ് ഇന്ത്യയിലാണ് എന്നുള്ളതാണ് ഈ പറഞ്ഞ എല്ലാവർക്കിടെയും കണ്ണിങ്ങോട്ട് വരാനുള്ള കാരണം. ഇതുകൂടാതെ ബ്രിക്സ് പേടി അമേരിക്കയ്ക്ക് അടുത്തത്. ഇന്ത്യക്ക് മാത്രമല്ല ഈ പണി വെച്ചിരിക്കുന്നത്. ഇന്ന് ഇന്ത്യക്ക് കൂടെ പണി കിട്ടുന്ന ആരൊക്കെയാണ്? സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ, ചൈന, റഷ്യ. ഇത് ബ്രിക്സ് ആണ്. അപ്പോൾ ബ്രിക്സും അമേരിക്കയും തമ്മിൽ ഏകദേശം നല്ല രീതിയിൽ തെറ്റുവാനും ലോകം രണ്ട് ചേരിയായിട്ട് തിരിയാനുമുള്ള ഒരു റീസൺ ബ്രിക്സും നോൺ ബ്രിക്സും എന്ന് പറയുമ്പോൾ എവിടെയാണ് ശക്തി കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും ഇപ്പോഴത്തെ കണ്ടീഷനിൽ സൈനിക ശക്തിയിൽ അമേരിക്കയ്ക്ക് ഉണ്ടെങ്കിലും ഇവിടെ ബ്രിക്സിന് വലിയുണ്ട്. മാത്രമല്ല ബ്രിക്സിലെ 2 രാജ്യങ്ങൾക്ക് വീറ്റോ അധികാരം കൂടി ഉണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ബ്രിക്സ് എന്ന് പറയുമ്പോൾ വേൾഡിലെ എമർജിംഗ് കൺട്രീസ് ആണ് അവിടെ ഉള്ളത്. ബ്രസീൽ, ഇന്ത്യ, ചൈന ആൻഡ് സൗത്ത് ആഫ്രിക്ക. ഇതിൻ്റെ അകത്ത് ചൈനയും റഷ്യയും നോക്കുകയാണെങ്കിൽ വീറ്റോ പവറുള്ള ഓൾറെഡി ഒരു നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസാണ്. ഈ പറഞ്ഞ ബ്രസീലും ഇന്ത്യയും സൗത്ത് ആഫ്രിക്ക ആണെങ്കിൽ ഗ്രോ ചെയ്യുന്ന കൺട്രീസാണ്. വേൾഡ് പോപ്പുലേഷൻ്റെ എനിക്ക് തോന്നുന്നു ഒരു 2/3 ഭാഗം അല്ലെങ്കിൽ ഒരു മോർ ദാൻ 50% പോപ്പുലേഷൻ, നിയർലി 50% പോപ്പുലേഷൻ ഈ 5 രാജ്യങ്ങളിലായിട്ടുണ്ട്. അപ്പോൾ അമേരിക്ക ബ്രിക്സ് ആയിട്ട് തെറ്റും എന്നാണ് ബ്രിക്സ് ആയിട്ട് തെറ്റിയില്ല, ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ബ്രിക്സ് ടാക്സ് കൂടി വരും. ബ്രിക്സ് കൺട്രീസിന് ബ്രിക്സ് ടാക്സ് വരും എന്നാണ്. അപ്പോൾ ഇന്ത്യക്ക് എന്തൊക്കെ ടാക്സ് കിട്ടും ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ട്. ഒന്ന്, നമുക്ക് റെസിപ്രോക്കൽ താരിഫ് കിട്ടി, റഷ്യൻ ഓയിൽ ടാക്സ് കിട്ടും, ബ്രിക്സ് ടാക്സ് കിട്ടും. അപ്പോൾ 50% നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. 100% ടാക്സ് ആണ്. അതായത് നമുക്ക് ഉപരോധമാണ് എന്ന് പറയുന്നതിന് ഈക്വലന്റ് ആണ്. 50% താരിഫിൽ എന്ത് കച്ചവടമാണ് നടത്താൻ പറ്റുക? അടുത്ത ആഴ്ച ട്രംപ് പറയും 75% താരിഫാക്കി വരുന്നത്. ചൈനയോട് പറഞ്ഞതല്ലേ, നമ്മൾ കണ്ടതാണല്ലോ. ഇത് ചൈന ലേലം വിളിക്കുന്നത് അതിന്റെ ഇടയ്ക്കിടയ്ക്ക് തട്ടിമുട്ടി പോകുന്നുണ്ടായിരുന്നു. അവസാനം ഇന്ത്യക്ക് ഇട്ട് പണിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ അന്ന്, ഈ നയതന്ത്രം എല്ലാ രീതിയിലും
തെറ്റി. ഇത് എവിടെയൊക്കെയാണ് തെറ്റുന്നത്? ഒന്ന്, ഈ അഗ്രികൾച്ചർ പ്രൊഡക്ട്സിൻ്റെ കേസിൽ തെറ്റി, F-35 കേസിൽ തെറ്റി, മാത്രമല്ല റഷ്യൻ ഓയിലിൻ്റെ കേസിൽ തെറ്റി. ഇതെല്ലാം വലിയ പ്രശ്നങ്ങളായി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ വിദേശ കാറുകളിലൂടെ ഇമ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിലും കുറേ തർക്കങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ ട്രംപ് തെറ്റാത്ത എല്ലാ കൂട്ടുകാരോടുകൂടി തെറ്റിയില്ലേ? ഇത്ര നാൾ അപ്പുറത്ത് എലോൺ മസ്ക് ആടയും ചക്കരിയായിരുന്നു, പുള്ളിയായിട്ട് തെറ്റി. ഈ ട്രംപ് US പ്രസിഡൻ്റായി ജയിച്ച് വരണമെന്നുള്ള ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ആ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഗുജറാത്തിൽ കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നരേന്ദ്രമോദിയായിട്ട് തെറ്റി. നരേന്ദ്രമോദി ട്രംപിനെ വിജയിപ്പിക്കാനായിട്ടുള്ള എല്ലാ നീക്കങ്ങളും നടത്തിയ ഒരാളാണ്. സോ ഇതൊക്കെ ഇന്ത്യ ഒരിക്കലും വേറൊരു രാജ്യത്തിൻ്റെ ഇലക്ഷന് വേണ്ടി ചെയ്തിട്ടില്ല. എന്നിട്ട് ഈ പണി മോദിക്ക് കിട്ടുമെന്ന് മോദി സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. എനിക്കറിയില്ല ഇതിൻ്റെ ഔട്ട്പുട്ട് ഫൈനൽ എന്താകുന്നുള്ളത്. ആയിരിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് നല്ലതിന് വേണ്ടിയാണ്, ഇന്ത്യക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ്. ഇന്ത്യ ചൈന പ്രകോപനങ്ങൾ നിൽക്കുകയും ചൈന പാകിസ്ഥാൻ ബന്ധം സ്റ്റോപ്പാകുകയും ചെയ്യുകയാണെങ്കിൽ ഇന്ത്യക്ക് വലിയ സമാധാനം ഇവിടെ ഉണ്ടാവും. ഓക്കെ, അതായത് ഇന്ത്യയും ചൈന എടുത്തു കഴിഞ്ഞാൽ പാകിസ്ഥാനും അമേരിക്ക എടുക്കും. പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള ബന്ധം പയ്യെ സ്റ്റോപ്പാവും. അപ്പോൾ ഇത് ആർക്കാണ് യഥാർത്ഥത്തിൽ ഗുണം ചെയ്യും? ഇന്ത്യക്ക് നല്ല ഗുണം ചെയ്യും. ഇങ്ങനെയൊക്കെ വേണം നമ്മൾ ഈ നയതന്ത്രം കാണാനായിട്ട്. എന്തായാലും വലിയ ചരിത്രത്തിന് ഏറ്റവും വലിയൊരു മാറ്റമായിരിക്കും. അതെ, ഇത് നിലനിൽക്കുകയാണ്. ഇപ്പോൾ ചൈനനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് എല്ലാവരും പറയാണ്. പക്ഷേ ഇന്ത്യ ചൈനയും ബന്ധം വളരെ മോശമായിരുന്നു ആദ്യം മുതലേ. ഇന്ത്യ ഒട്ടും മോശമല്ല ചൈനയുടെ അടുത്ത്, അങ്ങോട്ട് നല്ല രീതിയിൽ ചൊറിയുന്ന ഒരു രാജ്യം തന്നെയാണ് ഇന്ത്യ ഈ കേസിൽ. അത് നമ്മൾ കണ്ടില്ല എന്ന് വെക്കരുത്. പക്ഷേ കറണ്ട് സിറ്റുവേഷൻസിൽ നമ്മൾ ചൈനേനെ ട്രസ്റ്റ് ചെയ്ത് കൂടെ നിർത്തുകയാണെങ്കിൽ ഒരു 50% വിശ്വസിച്ചാൽ മതി. ഓക്കെ, പിന്നെ പഴയ കമ്മ്യൂണിസ്റ്റ് രാജ്യമൊന്നുമല്ല ചൈന. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, വേൾഡിൽ ഏറ്റവും പെട്ടെന്ന് ഗ്രോ ചെയ്ത അപാര ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള രാജ്യമാണ്. ചൈന വിസിറ്റ് ചെയ്ത സമയത്ത് ആ ഫോട്ടോസൊക്കെ അയച്ച് അന്ന് കണ്ടില്ല നമ്മൾ ലൈവായിട്ടൊക്കെ. കിളി പോകുന്ന ഇൻഫ്രാസ്ട്രക്ചറാണ് ചൈനയുടെ ഡെവലപ്മെൻ്റ് ഒക്കെ നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത അത്ര വലിയ ഡെവലപ്മെന്റ് ആണ്. കാറുകൾ മൊത്തം ഇലക്ട്രിക്കലാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീടുകളും ഫ്ലാറ്റുകളും പണിതിട്ട് അവിടെ താമസിക്കാൻ ആളില്ലാത്ത പ്രശ്നമാണ്. അത്രയും ഡെവലപ്ഡ് ആണ് പല സ്ഥലങ്ങളും. നമുക്ക് സ്വപ്നം യൂറോപ്പൊന്നും പിള്ളേരൊന്നും ചൈനയിലേക്ക് പോകാതെ യൂറോപ്പിലേക്കുള്ള എല്ലാവരും പോകുന്നത്. ചൈനയിൽ എല്ലാം എനിക്ക് തോന്നുന്നു ചൈനയിലേക്ക് ഇപ്പോൾ ആളുകൾ പോയി തുടങ്ങിയിട്ടുണ്ട്. ചൈനയിൽ അത്യാവശ്യം സാലറി ഉണ്ട് അവിടെ. ഇംഗ്ലീഷ് അവർക്ക് ലാംഗ്വേജ് ഇഷ്യൂ, ചൈനീസ് പഠിക്കണം എന്നുള്ളൊരു ഇതുണ്ട്, ട്രാൻസ്ലേറ്റർ. അങ്ങനെ പിന്നെ അവിടുത്തെ പൈസ എക്സ്ചേഞ്ച് ഒക്കെ അവിടെ ഭയങ്കര പാടാണെന്ന്. ഇന്ത്യയിൽ നിന്ന് എക്സ്ചേഞ്ച് ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്, അവർക്ക് ഡോളർ കൺവേർഷനൊക്കെ ആയിരിക്കും കൂടുതൽ. അപ്പോൾ ഇതാണ് കറണ്ട് മാർക്കറ്റ് സിറ്റുവേഷൻ. ഇനി എന്താകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഷോർട്ട് കവറിങ് മാർക്കറ്റിന്റെ വ്യൂവിനെ നല്ല രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ അവർ പുട്ടെടുത്ത് ഇറങ്ങി. ഇരുന്നില്ല എന്ന് തോന്നുന്നു. ഇന്ന് എക്സ്ട്രീം ഡേ ആണ്. ഇപ്പൊ നമ്മൾ ഓട്ടോമേറ്റഡ് ട്രേഡ്സിൽ പ്രോപ്പിൽ നമുക്ക് എക്സ്ട്രീം പ്രോഫിറ്റ്സ് ഉണ്ട്. 10 ലാഖിന് 1.5 ലാഖ്. നമ്മൾ 50 ലക്ഷത്തിന്റെ അക്കൗണ്ടിൽ നമുക്ക് ഏകദേശം 1 ലാഖും 1 CR അക്കൗണ്ടിൽ 2.2 ലാക്സും. അതായത് നമ്മുടെ പൈസ 20 ലാഖ് 10 ലാഖ്. അതായത് പ്രോപ്പിൽ ഇപ്പൊ നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ പ്രോപ്പിൽ നമ്മൾ 5x ആണ് മനസ്സിലാവണമെന്നില്ല, അതുകൊണ്ട് ഞാൻ സ്പെസിഫൈ ചെയ്തു. പ്രോപ്പിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മൾ ടീമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ഇങ്ങനെയുള്ള പോഡ്കാസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് ശരിയല്ല, റൈറ്റ്? അപ്പോൾ രാവിലെ തന്നെ മാനുവൽ ട്രേഡും കംപ്ലീറ്റ് ആയി. വൈകുന്നേരം ആൽഗോയുടെയും പ്രോപ്പിന്റെ റിസൾട്ട് കൂടി നമ്മൾ അറിഞ്ഞു. പക്ഷേ നല്ല ദിവസമായിരുന്നു. എന്തായാലും ഇന്ത്യക്കാരെ സംബന്ധിച്ചുള്ള ഒരു മോശം കാര്യം ആണെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡേഴ്സിനെ സംബന്ധിച്ചോളം നല്ലതാണ്. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു, ഒരു പക്ഷേ മാർക്കറ്റ് ഇവിടുന്ന് 25,000 വരെ ചിലപ്പോൾ പോയേക്കാം. പക്ഷെ അത് പെർമനന്റ് ആണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇന്നത്തെ ക്യാൻഡിൽ നല്ല റിക്കവറി ക്യാൻഡിലാണ്. ഓക്കെ, കാരണം ഇത് ന്യൂസ് ബേസ്ഡ് ആയിട്ട് സഡൻ ഫാൾ വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കുറേ ലിക്വിഡിറ്റി കിട്ടുമ്പോൾ ഉണ്ടാകുന്ന റിക്കവറി ആയിട്ട് അതിനെ കാണാൻ പറ്റുന്നുള്ളൂ. ഷോർട്ട് കവറിങ്ങും ആണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ന്യൂ ബൈ കരുതി ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യും എന്നൊക്കെ വിചാരിച്ചാൽ നടക്കാനുള്ള സാധ്യതകളില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറയുന്നത് ഇതൊക്കെ ഒരു പയ്യെ ഡിസ്ട്രിബ്യൂഷനായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കുന്നുണ്ട്, തെറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം സുല്ല ഓൾറെഡി ഒരു ബിയറിഷ്നെസ്സിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഈ താരിഫിൻ്റെ ഇഷ്യൂ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ട്രംപ് ഓരോന്ന് പറയുന്നുണ്ട്. പക്ഷേ അതല്ല സുല്ല ഓൾറെഡി പറയുന്നുണ്ടായിരുന്നു, അമേരിക്ക ഇന്ത്യ ബന്ധം തരാനുള്ള ചാൻസസ് വെരി ഹൈ. മാത്രമല്ല വാല്യുവേഷനിലല്ല, റൈറ്റ് വാല്യുവേഷനിലല്ല, സേഫ് DSന്റെ ഒരു പാർട്ടിസിപ്പേഷൻ ഭയങ്കര കുറവായിരിക്കും, DSL FASന്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ഫണ്ട് ബുക്ക് ചെയ്ത് ലിക്വിഡ് ഫണ്ടിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സന്തോഷം ഉണ്ട് സുനിൽ.
മനസ്സിൽ പറഞ്ഞുകൊണ്ടാണ് ഞാനത് ചെയ്തത്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ ആസ് വലിയ എനിക്ക് ആമസോണിൻ്റെ അത്ര എക്സ്പെൻസ് എനിക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനൊരു റീറ്റെയിൽ ട്രേഡറിൻ്റെ ചെറിയ റിവ്യൂ എനിക്കുണ്ടായിരുന്നു. എല്ലാവരും കഴിഞ്ഞ മുന്നത്തെ കമൻറ്റുകളിലൊക്കെ എന്താണ് ആദ്യം 25,000 മുകളിൽ മാർക്ക് നിൽക്കുമ്പോൾ ബീറിഷ് പറയുമ്പോൾ നല്ല ആട്ടുനിപ്പ് പോയിരുന്നു. 2-3 വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി കുറഞ്ഞു. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഉള്ള കമന്റ് ആയിരുന്നു തിങ്കളാഴ്ച മാർക്കിന് മുകളിൽ മത്തായി. അതാണ് ഏറ്റവും രസമുള്ള കമന്റ്. എന്തായാലും നിങ്ങളുടെ കമന്റ് ഒക്കെ ഞങ്ങൾ വായിക്കുന്നുണ്ട്. ഇങ്ങനെയായിരുന്നു കമന്റ്: തിങ്കളാഴ്ച മുതൽ മാർക്കറ്റ് മുകളിൽ പോവാണെങ്കിൽ സുനിൽമത്തായി ചമ്മി പോട്ടെ എന്നുള്ള രീതിയിലുള്ള ഒരു കമന്റ് ഉണ്ടായിരുന്നു. ഇത് രസമല്ലേ? ആളുകളുടെ ആറ്റിറ്റ്യൂഡ് നമുക്ക് റീഡ് ചെയ്യാൻ ഈ കമന്റുകളിൽ പറ്റും. അപ്പൊ എന്നിരുന്നാലും നമ്മുടെ പോഡ്കാസ്റ്റ് കാണുന്ന എല്ലാവർക്കും ആ ഒരു വ്യൂ അനുസരിച്ച് മാർക്കറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ പറയുന്നത് ഇപ്പൊ എന്റെ വ്യൂ എടുത്തിട്ട് ട്രേഡ് ചെയ്യണമെന്നൊന്നും അല്ല, ഞാൻ പറയുന്നത് ഡെറ്റ് ഫണ്ടിൽ മീൻസ് അല്ല, ഞാൻ പറയുന്നത് അതും വേണമെന്നില്ല. അവർക്കുടെ ഒബ്സർവേഷൻസിന് വേണ്ടിയിട്ട് കുറെ ഇൻപുട്സ് ആണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, ഞാൻ ബീറിഷ് പറഞ്ഞുകൊണ്ട് നാളെ മുതൽ എല്ലാവരും ബീറിഷ് ആകണമെന്നോ അങ്ങനെയൊന്നും ആർക്കും ആകാനും പറ്റില്ല. ഓക്കെ, അങ്ങനെയും നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് മാർക്കറ്റിൽ ആർക്കും ട്രേഡ് ചെയ്യാനും പറ്റില്ല. ഞാൻ പറയുന്നത് എൻ്റെ വ്യൂസും അതിൻ്റെ റീസൺസും എൻ്റെ ഒബ്സർവേഷൻസും മാത്രമാണ്. ഈ ഒബ്സർവേഷൻസിൽ വാലിഡ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ചാർട്ടിലും നിങ്ങളുടെ ഫണ്ടമെൻ്റൽ അനാലിസിസിലും ഇൻപുട്സ് കൊടുത്ത് നിങ്ങളുടേതായ ഔട്ട്പുട്ട്സ് കണ്ടുപിടിക്കുക. എന്നിട്ട് മാർക്കറ്റിനെ വാച്ച് ചെയ്യുക. അല്ലാതെ സുനിൽ ബീറിഷാണ് പറഞ്ഞതുകൊണ്ട് ഞാൻ ബീറിഷ് ആയേക്കാം, ആ പരിപാടി സ്റ്റോക്ക് മാർക്കറ്റിലില്ല. ഞാൻ സുനിൽ എന്നല്ല ഏത് ദൈവം നമ്പരാൻ പറഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ വ്യൂ മാറ്റാൻ പാടില്ല എന്നുള്ളതാണ്. അതിനെയാണല്ലോ നമ്മൾ ട്രേഡിങ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അല്ല, ഇപ്പോൾ ഈ പറയുന്ന പോലെ പലർക്കും ജോലി ചെയ്യുന്നവർക്കൊക്കെ ഫുൾ റിസർച്ചിലേക്കൊന്നും ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇങ്ങനെ പോഡ്കാസ്റ്റിൽ തീർച്ചയായിട്ടും നല്ലതാണ്. യെസ്, അതായത് ഇപ്പോൾ ഫുൾ ടൈം റിസർച്ചിന് ഇരിക്കുക, നമ്മൾ പറയുന്ന ഇൻഫോർമേഷൻസ് എടുത്ത് ഇതൊക്കെ വെറുതെ ഇപ്പം നമ്മൾ പറയുന്ന ഇൻഫോർമേഷൻസ് 1 by 1 ആയിട്ട് ChatGPT കൊടുത്തിട്ട് അവർ വ്യൂ ചോദിച്ചാൽ പോലും ഇതേ കൊടുത്ത് പെർഫെക്റ്റ് വ്യൂസ് ചാർട്ടും കൂടി കൊടുത്താൽ മതി. അത്രയൊക്കെ വിശ്വസിക്കാൻ പറ്റില്ല. നമ്മൾ നമ്മുടെ പ്രോംപ്റ്റ് കൊടുക്കണം എന്നേ, അല്ലാതെ പോയിട്ട് നിഫ്റ്റിയുടെ വ്യൂ എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞൊന്നുമില്ല. പ്രോംപ്റ്റ് കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നമ്മുടെ ഇപ്പോഴത്തെ പ്രോഗ്രാമിൽ നമ്മൾ AI ആണ് മൊത്തം കവറപ്പ് ചെയ്യുന്നത്. നമ്മൾ പ്രോഗ്രാമിൽ മൊത്തം കവറപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോംപ്റ്റുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. വലിയ essay ആയിട്ടുള്ള പ്രോംപ്റ്റുകൾ കൊടുക്കുന്നുണ്ട്. ഓവറോൾ ഓപ്ഷൻ ട്രേഡിങ്ങിന് എങ്ങനെ AI യൂസ് ചെയ്യാം, സ്വിംഗ് ട്രേഡിങ്ങിന് എങ്ങനെ AI യൂസ് ചെയ്യാം, ഫണ്ടമെൻ്റൽ അനാലിസിസിന് എങ്ങനെ നോട്ട്ബുക്ക് എല്ലാം പോലുള്ള AI ടൂളുകൾ യൂസ് ചെയ്യും. ഇതൊക്കെ നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ ലേറ്റസ്റ്റ് പ്രോഗ്രാമിൽ മൊത്തം കവർ ചെയ്യുന്നുണ്ട്. പണ്ടത്തെ അത്രയും സമയമൊന്നും വേണ്ട ഇപ്പോൾ ഒരു ആളെ പുതിയതായിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് പഠിപ്പിച്ചെടുക്കാനൊന്നും. അപ്പോൾ ഒരു ബേസിക് ഫണ്ടമെൻ്റൽ ഇപ്പോൾ പൊസിഷൻ സൈസ് സെറ്റ് ചെയ്യാൻ ഇതൊക്കെ AI ഉപയോഗിച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഫോക്കസ് ചെയ്യണം. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യം, ഈ സാറ്റർഡേയും സൺഡേയും ബാംഗ്ലൂർ വെച്ച് ഒരു വലിയ ട്രേഡേഴ്സ് മീറ്റപ്പ്, ഗ്ലോബൽ ട്രേഡേഴ്സ് സബ്മിറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഇൻവൈറ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ട്. വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കേരളത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഷാരിഖ് ഉണ്ട്, എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, ലീ ലോങ് വെൽത്തിൽ നിന്ന് ഹരിയുണ്ട്. ഇത്രയാണ് കേരളത്തിൽ നിന്നുള്ള ട്രേഡേഴ്സ് അതിൻ്റെ അകത്ത് സ്പീക്കേഴ്സായിട്ട് പങ്കെടുക്കുന്നത്. പിന്നെ സൗത്ത് ഇന്ത്യ ട്രേഡേഴ്സ് മെയിലുണ്ട്, നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒത്തിരി ട്രേഡേഴ്സ് ഉണ്ട്. 10,000 ആളുകൾ പങ്കെടുക്കുന്ന ഗ്രേറ്റ് ഇവൻ്റാണ്. ഞാൻ ലിങ്ക് ടെലിഗ്രാമിൽ ഇടുന്നുണ്ട്. അപ്പോൾ ബാംഗ്ലൂരുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നേരെ ഇവൻറ്റിന് പോരെ. എനിക്ക് തോന്നുന്നു എനിക്ക് സാറ്റർഡേ ഈവനിങ്ങിലാണ് ലാസ്റ്റ് സെഷൻ സമയത്താണ് വരുന്നത്. ഞാൻ അവിടെ ഒരു എന്താ പറയുക മീൻ റിവേഴ്സൽ പോലുള്ളൊരു സ്ട്രാറ്റജി ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാകും. ആ ഇവൻറ്റ് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ആ സ്ട്രാറ്റജിയുടെ ഒരു വീഡിയോ അല്ലെങ്കിൽ ആ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ നമ്മൾ യൂട്യൂബിലും കൂടി നമുക്ക് പോസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ താഴത്ത് വരുന്ന ഏറ്റവും വലിയ കമൻറ്റ് എന്താണെന്നായിരിക്കുമോ, ഇവൻറ്റിൽ ഓൺലൈനിൽ അവൈലബിൾ ആവുമെന്നാണ്. എനിക്കറിയില്ല, അവരുടെ വെബ്സൈറ്റായിട്ട് സംസാരിക്കാം. കാരണം ഇങ്ങനെ ഇവൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും നമ്മൾ അങ്ങനത്തെ കമൻറ്റ്സ് കാണാറുള്ളതുകൊണ്ടാണ് റിപ്ലൈഡും കൊടുത്തത്. അപ്പോൾ ബാംഗ്ലൂരുകാരോട് ഞാൻ പറയാനുള്ളത്, സാറ്റർഡേ നമുക്ക് നമ്മുടെ ഇവൻറ്റിൽ വെച്ച് കാണാൻ പറ്റും. വൈറ്റ് ഫീൽഡിലാണ് ഇവൻറ്റ്, വൈറ്റ് ഫീൽഡിൽ വെച്ചാണ് നടക്കുന്നത്. ഞാൻ ഡീറ്റെയിൽസ് എന്തായാലും നമ്മുടെ ടെലിഗ്രാമിലിടാം. മാർക്കറ്റ് തിരിച്ചു വന്ന് 630 വന്ന്, യെസ് 24,630 വന്ന് ഏകദേശം തീർന്നിരിക്കുകയാണ്. ഇറ്റ്സ് എ എക്സ്ട്രീം റിക്കവറി എന്നുള്ളതാണ്. അബ്നോർമൽ റിക്കവറിയാണ്. 3 മണിക്ക് ശേഷവും മാർക്കറ്റ് 3:20 വരെയും റിക്കവറി കണ്ടിന്യൂസ് ആയിട്ട് വന്നു. ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഒരു ലോങ് ടെയിലുള്ള ഒരു സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിലായിട്ടാണ് എൻഡ് ചെയ്തിരിക്കുന്നത്. അതൊരു ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ടുള്ള തിരിച്ചു വരവ്. അപ്പോൾ എനിക്ക് തോന്നുന്നു തിരിച്ച് 25,200 300 വരെയൊക്കെ വേണമെങ്കിൽ ഒരു പക്ഷേ ഇതിൻ്റെ ഫോളോ അപ്പ് പിടിച്ച് പോവാം. അല്ലെങ്കിൽ 25,200 വരെയെങ്കിലും ഇതിൻ്റെ ഫോളോ അപ്പ് ഒരു പക്ഷേ മാർക്കറ്റിൽ ഉണ്ടായാൽ ആരും മാർക്കറ്റ് ബുള്ളിഷായി എന്ന് വിചാരിക്കേണ്ട. 25,200 ബ്രേക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇത്രയാണ് മാർക്കറ്റ് അപ്ഡേറ്റ്സ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ പോഡ്കാസ്റ്റ് വൈൻഡപ്പ് ചെയ്യാം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ഗുഡ് ബൈ.